നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നീറ്റിൽ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം ലോക്സഭ തിങ്കളാഴ്ച വരെ പിരിഞ്ഞു. പാതയോരങ്ങളിൽ അനധികൃത ബോർഡുകൾ, സ്ഥിതി പരിതാപകരം വിമർശിച്ച് ഹൈക്കോടതി. ഇസ്രയേൽ സൈനിക താവളത്തിൽ റോക്കറ്റ് ആക്രമണം. ഗർഭചിത്രത്തെ പിന്തുണച്ച് ട്രംപ്, മറുപടിയില്ലാതെ ബൈഡൻ. മുഖത്ത് നോക്കാതെ ആദ്യ സംവാദം. 2020 ലോകകപ്പ്, ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ക്രമക്കേട് പാർലമെന്റിൽ അടിയന്തര പ്രമേയമായി ഉന്നയിച്ച് പ്രതിപക്ഷം. എന്നാൽ ഇരുസഭകളിലും ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നടപടികൾ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവെച്ചു. പിന്നീട് സഭ വീണ്ടും സമ്മേളിച്ചെങ്കിലും ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ഇതോടെ ലോക്സഭ 1-ാം തീയതി വരെ പിരിഞ്ഞു. उनको हम जॉइंट मैसेज देना चाहते थे. हाँ दें, आप सुनिए जॉइंट मैसेज देना चाहते थे ऑपोजिशन और सरकार के साइड से कि इस मुद्दे को हम ज़रूरी मानते हैं और इसीलिए हमने सोचा था कि आज स्टूडेंट्स की रिस्पेक्ट करने के लिए हम नीट पर डिस्कशन करें. ठीक है, आप डेडिकेटेड डिस्कशन. अब बात यह है कि दो फोर्सेस हैं. एक तरफ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുമാണ് ചർച്ച ആവശ്യപ്പെട്ടത്. വിഷയത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തുകൊണ്ടുള്ള ചർച്ച വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. പ്രതിപക്ഷവും ഭരണപക്ഷവും ഈ വിഷയത്തെ വിദ്യാർത്ഥികൾക്കൊപ്പമുണ്ടെന്ന സന്ദേശം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നൽകാനാവില്ലെന്ന് സ്പീക്കർ ഓം ബിർള നിലപാടെടുത്തു. ഇതോടെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്ത് വരികയായിരുന്നു. നീറ്റ് വിഷയം ചർച്ച ചെയ്യണമെന്ന് രാജ്യസഭയിലും പ്രതിപക്ഷം നിലപാടെടുത്തു. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടെങ്കിലും അനുമതി നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെ രാജ്യസഭ നിർത്തിവെക്കുകയായിരുന്നു. അതിനിടെ നീറ്റ് പരീക്ഷയിൽ അഴിമതി നടന്നെന്ന് ആരോപിച്ച് കോൺഗ്രസ് നേതാവ് രംഗത്തെത്തി. പരീക്ഷാ ചോർച്ചയിൽ ഉൾപ്പെട്ട ഗുജറാത്ത് ആസ്ഥാനമായുള്ള കമ്പനിക്ക് ആവർത്തിച്ച് പരീക്ഷ നടത്തിപ്പ് കരാർ നൽകിയെന്നും ഉത്തർപ്രദേശ്, ബീഹാർ സർക്കാരുകൾ കരിമ്പട്ടികയിൽപ്പെടുത്തിയ കമ്പനിയാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്നാൽ മോദി സർക്കാർ 80 കോടിയുടെ കരാർ കഴിഞ്ഞ ഒക്ടോബർ വരെ നൽകിയെന്നും ഈ കമ്പനി BJPയെ പിന്തുണയ്ക്കുന്നത് കൊണ്ടാണ് കരാർ ലഭിച്ചതെന്നും ജയറാം രമേശ് വിമർശിച്ചു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ കുറ്റവാളികൾ സുപ്രീം കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി വിധിച്ച ഇരട്ട ജീവപര്യന്തത്തെ ചോദ്യം ചെയ്താണ് സുപ്രീം കോടതിയിൽ കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ അപ്പീൽ നൽകിയത്. ശിക്ഷ സ്റ്റേ ചെയ്ത് ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത്. TP വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവിന് നൽകാനുള്ള സർക്കാർ തീരുമാനം വിവാദമായതിനിടെയാണ് പ്രതികൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികളായ അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, രജീഷ്, ഷാഫി, ഷിനോജ് എന്നിവരാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ ഗൂഢാലോചന കുറ്റത്തിൽ ഇവർക്ക് വീണ്ടും ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു. ഇത് സ്റ്റേ ചെയ്ത് ജാമ്യം നൽകണമെന്നാണ് ഹർജി. 12 വർഷമായി ജയിലിലാണെന്നും ജാമ്യം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഹൈക്കോടതി ശിക്ഷിച്ച ജ്യോതി ബാബു, KK കൃഷ്ണൻ എന്നിവരും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. ജീവപര്യന്തം ശിക്ഷയ്ക്കെതിരെയാണ് ഇവർ അപ്പീൽ നൽകിയത്. ഇരുവരെയും വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു. 2012 മെയ് 4-ന് രാത്രി 10 മണിക്കായിരുന്നു RMP നേതാവ് TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത്. വടകര വെള്ളക്കാട് വെച്ച് ഇന്നോവ കാറിൽ പിന്തുടർന്നെത്തിയ കൊലയാളി സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. പാതയോരങ്ങളിലെ അനധികൃത ബോർഡുകളും കൊടികളും സംബന്ധിച്ച് രൂക്ഷ വിമർശനമായി ഹൈക്കോടതി. ഇക്കാര്യത്തിൽ കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് പോലും വില കൽപ്പിക്കാത്ത ഗുരുതരമായ സാഹചര്യമാണുള്ളതെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശിച്ചു. നഗരത്തിലെ അനധികൃത ബോർഡുകളെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും കോടതി നിർദ്ദേശം നൽകി. കേരളത്തിലെ പാതയോരങ്ങളിലുള്ളത് അനധികൃത ബോർഡുകളും കൊടികളുമാണെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി കൊച്ചിയിലെ സ്ഥിതി ഏറെ പരിതാപകരമാണെന്നും നിരീക്ഷിച്ചു. പാതയോരങ്ങളിലെ അനധികൃത ബോർഡുകൾ നീക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. എന്നാൽ കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറി മാത്രമല്ല, കളമശ്ശേരി, തൃക്കാക്കര, തൃപ്പൂണിത്തറ, മരട് മുനിസിപ്പാലിറ്റി സെക്രട്ടറിമാരും ഉത്തരവ് നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തി. അനധികൃതമായ ബോർഡുകൾ സ്ഥാപിച്ച് പരസ്യ ഏജൻസികൾ, അതിന്റെ ഉത്തരവാദികൾ തുടങ്ങിയവർ ആരാണെന്നും ഇവർക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ലെന്നും ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ കമ്മീഷണർ നൽകണം. നോ പാർക്കിംഗ് സിഗ്നലിനു മുകളിൽ പോലും അനധികൃത ബോർഡ് സ്ഥാപിച്ചതായി കാണാമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ നിയമം ലംഘിക്കുന്നത് ആരായാലും കോടതിയലക്ഷ്യ നടപടിയെടുക്കുകയും പിഴ ചുമത്തുകയും വേണം. അനധികൃത ബോർഡുകൾക്കെതിരായ കേസിൽ എന്തൊക്കെ നടപടിയെടുത്തെന്നും എത്ര പിഴ ചുമത്തിയെന്നും കോടതി ആരാഞ്ഞു. കൊച്ചി നഗരത്തിൽ അനധികൃതമായ ബോർഡുകൾ സ്ഥാപിച്ചതിന് 21 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി സർക്കാർ അറിയിച്ചു. നടപ്പാതകളിലും പാതയോരങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അനധികൃത ബോർഡുകൾ സ്ഥാപിക്കുന്നുണ്ടെന്നും കോടതി പറഞ്ഞു. തമിഴ്നാട്ടിലില്ലാത്തത് നല്ല നേതാക്കളാണെന്ന് നടൻ വിജയ്.
10-12 ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കാൻ വിജയ് ചെന്നൈയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു താരം. രാഷ്ട്രീയത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ പല മേഖലകളിലും നല്ല നേതാക്കൾ ഇല്ലെന്ന് വിജയ് ചടങ്ങിൽ പറഞ്ഞു. നന്നായി പഠിക്കുന്നവരും രാഷ്ട്രീയത്തിൽ വരണം. നാട്ടിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം, കൃത്യമായി നിരീക്ഷിക്കണം. അപ്പോഴാണ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതിലെ തെറ്റും ശരിയും തിരിച്ചറിയാനാകുകയെന്നും താരം കൂട്ടിച്ചേർത്തു. ചടങ്ങിനെത്തിയ വിജയ് വേദിയിൽ കയറിയിരിക്കാതെ സദസ്സിലേക്കിറങ്ങി കുട്ടികൾക്കൊപ്പമാണ് ആദ്യമിരുന്നത്. പ്രബല ജാതിക്കാരായ സഹപാഠികൾ മർദ്ദിച്ച ദളിത് വിദ്യാർത്ഥിക്കൊപ്പമാണ് വിജയ് ഇരുന്നത്. വിദ്യാർത്ഥികളെ കൊണ്ട് പ്രതിജ്ഞയെടുപ്പിക്കുകയും ചെയ്തു വിജയ്. താൽക്കാലിക സന്തോഷങ്ങൾക്ക് പിന്നാലെ പോകില്ല, ലഹരി ഉപയോഗിക്കില്ല എന്നും പ്രതിജ്ഞയെടുപ്പിച്ചു. തമിഴ്നാട്ടിലെ ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും ഉന്നത വിജയികളെയാണ് ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ വിജയ് ആദരിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഈ ചടങ്ങ് നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ തമിഴ് വെട്രിക്കഴകം എന്ന പാർട്ടി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആദ്യമായാണ് വിജയ് പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. വെങ്കിട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ദ ഗോട്ട് എന്ന ചിത്രത്തിലാണ് വിജയ് ഇപ്പോൾ അഭിനയിക്കുന്നത്. ചിത്രം അവസാന ഘട്ടത്തിലാണ്. സെപ്റ്റംബർ 5-നാണ് ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം രാഷ്ട്രീയത്തിനായി അടുത്ത ചിത്രത്തോടെ സിനിമാരംഗം വിടുമെന്നും വിജയ് അറിയിച്ചിരുന്നു. ദളപതി 69 എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന് എന്നാൽ ഇതുവരെ അന്തിമ രൂപം ആയിട്ടില്ലെന്നാണ് വിവരം. நீங்கள் எல்லாருமே இப்போது அடுத்த ஒரு கட்டத்தை நோக்கி போகிறீங்க. உங்கள் கெரியரை சூஸ் பண்ணக்கூடிய அந்த கட்டத்தை நோக்கி போகிறீங்க. உங்களில் சில பேருக்கு ஒரு கிளியர் பிக்சர் மைண்டில் இருக்கும். அதாவது லைஃப்பில் என்னவா ஆக போகிறோம், ஒரு டாக்டர், இன்ஜினியர், ஒரு பைலட் அப்படின்னு ஒரு கிளியர் பிக்சர் ஒன்று இருக்கும். அதில் ஒரு சில பேருக்கு அந்த ஒரு டிசிஷன் மேக்கிங்கில் சின்னதாக ஒரு தொய்வு ஏற்படலாம், சின்னதாக ஒரு கன்ஃபியூஷன் ஏற்படலாம். அவங்க எல்லாருக்குமே நான் சொல்லிக்கிறது என்னென்னா, எல்லா துறையுமே நல்ல துறை தாங்க. நீங்கள் எதை தேர்ந்தெடுக்கிறீங்களோ அதில் உங்களுடைய முழு ஈடுபாட்டோட உங்களுடைய 100% உழைப்பை போட்டிங்கன்னா அது யாராக இருந்தாலுமே வெற்றி நிச்சயம்தான். அதனால் உங்களுக்கு பிடிச்ச துறையை நீங்கள் தேர்ந்தெடுங்க. அதில் இருக்கிற ஆப்ஷன்ஸ் எல்லாம் ஃபஸ்ட்டு தெரிஞ்சுக்கோங்க. உங்கள் பேரண்ட்ஸ் கிட்ட டிஸ்கஸ் பண்ணுங்கள், உங்கள் ஸ்கூல் டீச்சர்ஸ் கிட்ட டிஸ்கஸ் பண்ணுங்கள். இந்த கெரியர் கைடன்ஸ் கொடுக்கறதுக்கெல்லாம் நிறைய பேர் இருக்காங்க. இந்த கெரியர் கவுன்சிலிங் கொடுக்கறதுக்கெல்லாம் நிறைய பேர் இருக்காங்க. அவங்க எல்லாரையும் மீட் பண்ணுங்கள். இந்த மாதிரி ஒரு சந்தர்ப்பத்தில் நான் என்னுடைய ஒரு சின்னதாக ஒரு கெரியர் கைடன்ஸ் உங்ககிட்ட ஷேர் பண்ணணும்னு ஆசைப்பட்றேங்க. பொதுவாக நம்ம ஒரு துறையை தேர்ந்தெடுக்கும் போது அதில் எவ்வளோ டிமாண்ட் இருக்குது அப்படின்றத நம்ம பார்ப்போம் இல்லையா. ஃபார் எக்ஸாம்பிள், மருத்துவம், பொறியியல் மட்டும்தான் நல்ல ஃபீல்டுன்னு சொல்ல முடியாது. இன்னும் சொல்லப்போனால் நம்ம தமிழ்நாட்டில் உலகத்தரத்தில் டாக்டர்ஸ், இன்ஜினியர்ஸ், லாயர்ஸ்லாம் அதிகமாகவே இருக்காங்க. இங்கே நம்மக்கிட்ட என்ன இல்லை அப்படின்னா, இங்கே நமக்கு எது இன்னும் அதிகமாக தேவைப்படுது அப்படின்னா நல்ல தலைவர்கள். நான் தலைவர்கள்னு சொன்னது வெறும் அரசியல் ரீதியாக மட்டும் சொல்லலை. இப்போ நீங்கள் ஒரு துறைக்கு போகிறீங்க, அதில் நீங்கள் சிறந்து விளங்குனீங்கன்னா அந்த ஒரு தலைமை இடத்துக்கு உங்களால் ஈஸியாக வர முடியும். அதைத்தான் நான் சொன்னேன், இன்னும் நமக்கு நிறையா தலைவர்கள் தேவைப்படுறாங்க அப்படின்ட்டு. அது மட்டும் இல்லை, ஃப்யூச்சரில் அரசியலும் ஏன் ஒரு கெரியர் ஆப்ஷனாக வரக்கூடாது, அப்படி வரணுன்றது என்னுடைய விருப்பம். நல்லா படித்தவங்க அரசியலுக்கு வரணுமா வேண்டாமா? உங்களை தான் கேட்குறேன். நல்லா படித்தவங்க அரசியலுக்கு வரணுமா வேண்டாமா? நல்லா படித்தவங்க தலைவர்களாக வரணுமா வேண்டாமா? ஓகே, உங்கள் ஆர்வம் எனக்கு புரியுது. பட் இப்போதைக்கு படிங்க, மீதியெல்லாம் அப்புறம் பார்த்துக்கலாம். அதே மாதிரி நீங்கள் படிக்கும்போதே மறைமுகமாகவே நீங்கள் அரசியலில் ஈடுபட முடியும். அது எப்படின்னா, ரொம்ப சிம்பிள். நீங்கள் ஒன்றும் இல்லை, நீங்கள் டெய்லி இந்த நியூஸ் பேப்பர்லாம் படிங்களேன். படிக்க படிக்க உங்களுக்கே தெரியும், ஒரே செய்தியை ஒரு நியூஸ் பேப்பர் ஒரு மாதிரி எழுதுவாங்க, அதே செய்தியை இன்னொரு நியூஸ் பேப்பர் இன்னொரு மாதிரி எழுதுவாங்க. ஒரு செய்தியை ஒரு நியூஸ் பேப்பரில் ஃப்ரண்ட் பேஜில் ஹெட்லைன்ஸில் போடுவாங்க, அதே செய்தியை இன்னொரு நியூஸ் பேப்பரில் கடைசி பக்கத்தில் கூட போட மாட்டாங்க. நீங்கள் நியூஸ் வேறு, ஒப்பீனியன் வேறு, செய்தி வேறு, கருத்து வேறுங்கிறது உங்கள் எல்லாருக்குமே தெரிய வரும். இப்போல்லாம் பார்த்தீங்கன்னா நிறையா இந்த மெயின் ஸ்ட்ரீம் மீடியாவுக்கு ஈக்குவலாக நிறைய இந்த சோஷியல் மீடியா சேனல்ஸ்லாம் இந்த நல்லது கெட்டதுன்னு இந்த ஒப்பீனியன்லாம் க்ரியேட் பண்ணுறாங்கல்ல. அதெல்லாம் நீங்கள் பார்த்தீங்கன்னா ரொம்ப ஈஸியாக ஒரு நல்லதை கெட்டதாகவும், கெட்டதும் நல்லதாகவும், நல்லவங்களை கெட்டவங்க மாதிரியும்,
கெட்டவங்களை நல்லவங்க மாதிரி இந்த மாதிரி புரணி பேசி ப்ரொஜெக்ட் பண்ணுறதெல்லாம் இந்த மீடியா சோஷியல் மீடியாலலாம் நம்ம பார்க்குறோம் இல்லையா. நீங்கள் எல்லாமே பாருங்கள், நீங்கள் எல்லாமே படிங்க, பட் எது உண்மை பொய்ன்னு மட்டும் அனலைஸ் பண்ண மட்டும் கற்றுக்கங்க. அப்போ தான் இங்கே உண்மையிலே நம்ம நாட்டில் என்ன பிரச்சனை, நாட்டோட மக்களுக்கு என்ன பிரச்சனை, இந்த சமூக தீமைகள் பற்றிலாம் உங்களுக்கு தெரிய வரும். அது தெரிஞ்சுக்கிட்டாலே இந்த ஒரு சில அரசியல் கட்சிகள் செய்கிற இந்த பொய்யான பிரச்சாரங்களை எல்லாம் நம்பாமல் எது கரெக்டு, எது தப்பு, எது உண்மை பொய்ன்னு இதை அனலைஸ் பண்ணி பார்த்துட்டு நல்ல தலைவர்களை தேர்ந்தெடுக்கக்கூடிய ஒரு விசாலமான ஒரு உலக பார்வை உங்களால் வளர்த்துக்க முடியும். വടക്കൻ ഇസ്രായേലിലെ സൈനിക താവളത്തിലേക്ക് ഹിസ്ബുള്ള ഭീകരർ റോക്കറ്റ് ആക്രമണം നടത്തി. ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായിട്ടാണ് വ്യാഴാഴ്ച ആക്രമണം നടത്തിയതെന്ന് ഹിസ്ബുള്ള അറിയിച്ചു. വടക്കിഴക്കൻ ലെബനനിലെ ഹിസ്ബുള്ള ഭീകരർക്കു നേരെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈനികർ നടത്തിയ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇസ്രായേൽ സൈനികർക്ക് നേരെ ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് ആക്രമണം നടത്തുമെന്ന് ഹിസ്ബുള്ള ഭീകരർ മുന്നറിയിപ്പ് നൽകി. ഹിസ്ബുള്ളയ്ക്കെതിരെ വരും ദിവസങ്ങളിൽ ആക്രമണം ശക്തമാക്കുമെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് പറഞ്ഞു. ഇതിനിടെ വെസ്റ്റ് ബാങ്കിൽ സൈനികരിലൊരാൾ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അറിയിച്ചു. 16 സൈനികർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രി അഭയാർത്ഥി ക്യാമ്പിനടുത്തുള്ള ഫാർമസിയിൽ റെയ്ഡ് നടത്തിയ സേന അറസ്റ്റിലായവരുമായി വാഹനത്തിൽ മടങ്ങുന്നതിനിടെയായിരുന്നു സംഭവം. റോഡരികിൽ സ്ഥാപിച്ചിരുന്ന ബോംബ് പൊട്ടിത്തെറിച്ച് വാഹനത്തിലുണ്ടായിരുന്ന സൈനികർക്ക് പരിക്കേറ്റു. സ്ഥലത്തേക്ക് കൂടുതൽ സൈനികർ എത്തിച്ചേർന്നപ്പോഴുണ്ടായ രണ്ടാമത്തെ സ്ഫോടനത്തിലാണ് ഒരാൾ മരിച്ചത്. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു. സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്തം പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് തീവ്രവാദ സംഘടന ഏറ്റെടുത്തു. അതേസമയം ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം രൂക്ഷമായതോടെ ഗാസ സിറ്റി മേഖലയിൽ നിന്ന് ആളുകൾ കൂട്ടപലായനം തുടങ്ങി. ബോംബാക്രമണം മൂലം തകർന്ന ഷുജയ ഉൾപ്പെടെ മേഖലകളിലാണ് സൈനിക ടാങ്കുകളുടെ മുന്നേറ്റത്തിനിടെ കൂട്ടപലായനം. യുദ്ധത്തിൽ ഇതിനോടകം കനത്ത നാശം നേരിട്ട് കഴിഞ്ഞ മേഖലയിൽ പലരും കാൽനടയായി സ്ഥലമൊഴിയുകയാണ്. ഇന്നത്തെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 5ഓളം വീടുകൾ തകർന്ന് 3 പേർ കൊല്ലപ്പെട്ടു, 6 പേർക്ക് പരിക്കേറ്റു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്കായി തിരച്ചിൽ നടക്കുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ 47 പാലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗാസയിലേക്ക് സഹായം എത്തിക്കാനായി US പണിത കടൽപ്പാലം ഫലപ്രദമല്ലെന്നും അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ഉൾപ്പെടെ സാമ്പത്തിക നഷ്ടം വരുത്തിവെക്കുന്ന ആ സംവിധാനം ഉപേക്ഷിക്കണമെന്നും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവും ജനപ്രതിനിധി സഭാംഗവുമായ മൈക്ക് റോജേഴ്സ് ആവശ്യപ്പെട്ടു. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കോളേജ് പുറത്താക്കിയ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള അനുമതിക്കെതിരെ വെറ്റിനറി സർവകലാശാല വിഷയത്തിൽ അപ്പീൽ നൽകാൻ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ VC ചുമതലപ്പെടുത്തി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പഠനവിലക്ക് നേരിട്ടവർക്ക് പരീക്ഷ എഴുതാൻ അനുമതി നൽകിയിരുന്നു. ഇതിനെതിരെയാണ് സർവകലാശാല രംഗത്തെത്തിയത്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ 19 വിദ്യാർത്ഥികളെയാണ് സർവകലാശാല ഡീബാർ ചെയ്തത്. പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ അനുമതിയുണ്ടെങ്കിലും ഇവരുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കില്ല. റാഗിംഗ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ കോളേജ് പുറത്താക്കിയ വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ച് പരീക്ഷ എഴുതാനുള്ള ഉത്തരവ് നേടുകയായിരുന്നു. പിന്നാലെ സർവകലാശാല വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തണമെന്ന് കാട്ടി പ്രത്യേക ഉത്തരവിറക്കി. ജാമ്യവ്യവസ്ഥകൾ പ്രകാരം പ്രതികൾക്ക് വയനാട് ജില്ലയിൽ പ്രവേശിക്കാനാകില്ല. അതിനാൽ തൃശൂരിലെ മണ്ണൂത്തിയിലെ പരീക്ഷാ കേന്ദ്രം ഒരുക്കി നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രാക്ടിക്കൽ പരീക്ഷ ഉൾപ്പെടെ അടുത്തിടെ ദിവസങ്ങളിൽ നടക്കും. വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചട്ടമനുസരിച്ച് 75% ഹാജരില്ലെങ്കിൽ പരീക്ഷ എഴുതാനാകില്ല. എന്നാൽ പ്രതികൾക്ക് അനുകൂലമായുള്ള ഹൈക്കോടതി ഉത്തരവ് കണക്കിലെടുത്ത് പരീക്ഷ എഴുതാൻ അവസരം നൽകി. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആദ്യ പ്രസിഡൻഷ്യൽ സംവാദത്തിൽ മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവുമായ ഡൊണാൾഡ് ട്രംപിന് നേരിയ മുൻതൂക്കം. സമ്പദ് വ്യവസ്ഥ, യുക്രൈൻ ഇസ്രായേൽ യുദ്ധങ്ങൾ, പ്രായാധിക്യം, കാലാവസ്ഥാ പ്രശ്നങ്ങൾ എന്നിവ നിറഞ്ഞു നിന്ന സംവാദം 1 മണിക്കൂർ 40 മിനിറ്റ് നീണ്ടു. US സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ചോദ്യത്തിൽ തുടങ്ങിയ സംവാദത്തിൽ പ്രസിഡന്റ് ജോ ബൈഡനാണ് ആദ്യം സംസാരിച്ചു തുടങ്ങിയത്. സമ്പദ് വ്യവസ്ഥ ഏറ്റവും മോശമാക്കിയാണ് ട്രംപ് ഭരണത്തിൽ നിന്ന് ഇറങ്ങിയതെന്നും ഡെമോക്രാറ്റുകൾ ഭരണത്തിലെത്തിയ ശേഷം കാര്യങ്ങൾ വീണ്ടും ശരിയാക്കിയെടുത്തെന്നും ബൈഡൻ വ്യക്തമാക്കി. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് US സൈന്യത്തെ മാന്യമായും ശക്തമായും പിൻവലിക്കാനാണ് ആലോചിക്കുന്നത്. എന്നാൽ സൈന്യത്തെ പിൻവലിക്കാൻ ബൈഡൻ തീരുമാനിച്ച ദിവസം രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ലജ്ജാകരമായ ദിവസമാണെന്നും ട്രംപ് ആരോപിച്ചു.
ഗർഭചിത്രത്തിനുള്ള മരുന്ന് വിൽക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഗർഭചിത്രം നിയമപരമാക്കണോ എന്ന കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്നും ട്രംപ് ആവർത്തിച്ചു. ഗർഭചിത്രത്തിന് അനുകൂലമായ നിലപാട് ട്രംപ് സ്വീകരിച്ചത് നിർണായക മാറ്റമാണ്. എന്നാൽ റോവെയ്ഡ് കേസിലെ മാനദണ്ഡങ്ങൾ പ്രകാരം നിയമപരമായി ഗർഭചിത്രം ആക്കാമെന്ന നിലപാടിലായിരുന്നു ബൈഡൻ. എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന വിഷയത്തിൽ ബൈഡൻ കൃത്യമായ മറുപടി നൽകിയുമില്ല. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ബൈഡൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും പകരം റഷ്യയെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിലായിരുന്നു പെരുമാറ്റമെന്നും ട്രംപ് ആരോപിച്ചു. ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടരാൻ ഹമാസിനെ അനുവദിക്കില്ലെന്ന് ബൈഡൻ പ്രഖ്യാപിച്ചു. താൻ ഭരണത്തിലുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊരു യുദ്ധം അനുവദിക്കില്ലായിരുന്നു എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. കാലാവസ്ഥാ വിഷയങ്ങളിൽ ഇന്ത്യയെ വിമർശിക്കുന്ന നിലപാട് സംവാദത്തിലും ട്രംപ് ആവർത്തിച്ചു. പാരീസ് ഉടമ്പടിയിൽ കോടിക്കണക്കിന് ഡോളറാണ് യുഎസിന് ചെലവാക്കേണ്ടി വരിക. ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾക്ക് ഒന്നും നൽകേണ്ടി വരുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു. തന്റെ കാലത്ത് പരിസ്ഥിതി ഏറ്റവും മികച്ച അവസ്ഥയിലായിരുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. വാർത്താ ചാനലായ CNN സംഘടിപ്പിച്ച സംവാദത്തിൽ കാണികളെ പങ്കെടുപ്പിച്ചിരുന്നില്ല. പരസ്പരം നോക്കുകയോ കൈകൊടുക്കുകയോ ചെയ്യാതെയാണ് ഇരു നേതാക്കളും സംവാദം തുടങ്ങിയത്. മുൻ ഡിവൈഎഫ്ഐ നേതാവ് മനു തോമസ് ഉന്നത CPM നേതാക്കൾക്കെതിരെ നടത്തിയ വെളിപ്പെടുത്തലുകളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മനു തോമസ് ആരോപണം ഉന്നയിച്ച M ഷാജറിന് CPM യുവജന കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം നൽകി. കൊട്ടേഷൻ സംഘങ്ങളുടെയും മയക്കുമരുന്ന് സംഘങ്ങളുടെയും സംരക്ഷകരായി CPM മാറിയെന്നും അദ്ദേഹം ആരോപിച്ചു. മനു തോമസിന്റെ വെളിപ്പെടുത്തലിലൂടെ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് അടിവരയിടുകയാണ്. അധോലോക സംഘങ്ങളുടെയും കൊട്ടേഷൻ സംഘങ്ങളുടെയും സംരക്ഷകരായി CPM മാറി. സംസ്ഥാനത്തെ കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘങ്ങളെക്കുറിച്ച് CBI അന്വേഷണം നടത്തണം. സർക്കാരിനും പാർട്ടിക്കുമെതിരെയുള്ള വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ സ്പീക്കർ അനുവദിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. അധോലോക സംഘങ്ങൾക്ക് മുഴുവൻ ഇടതുഭരണം കുടപിടിച്ചു കൊടുക്കുകയാണ്. പോലീസ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ്. CPM സൈബർ ഹാൻഡിലുകൾ പരസ്പരം പോരടിക്കുകയാണ്. കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ തനിനിറമാണ് പുറത്തായത്. TP കേസ് പ്രതികൾ CPMനെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നും സതീശൻ പറഞ്ഞു. ഉന്നത CPM നേതാവ് P ജയരാജനെതിരെ മനു തോമസ് നടത്തിയ വെളിപ്പെടുത്തലുകളെക്കുറിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സ്പീക്കർ തള്ളി. തുടർന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയ ശേഷം അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിനാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. P ജയരാജനും മകനുമെതിരെ ഉയർത്തിയിരിക്കുന്നത് വലിയ വെളിപ്പെടുത്തലുകളാണ്. മനു തോമസിന് ഇപ്പോൾ ജീവന് ഭീഷണിയുണ്ട്. മയക്കുമരുന്ന് കേസിലെ പ്രതികളാണ് ഭീഷണിയുമായി വരുന്നത്. ആരോപണം ഉന്നയിക്കുന്നത് വെറും സാധാരണക്കാരനല്ലെന്നും CPMന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ആളാണെന്നും കൊട്ടേഷൻ നേതാവ് ആകാശ് തില്ലങ്കേരിക്ക് ട്രോഫി സമ്മാനിച്ചയാളാണ് യുവജന കമ്മീഷൻ അധ്യക്ഷനെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞു. ആ പ്രതികൾക്ക് മുഴുവൻ പരോളോടുകയാണ്. ആ പരോളിൽ പോകുന്ന സംഘങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു, കേസിൽ പ്രതിയാവുന്നു, സ്വർണം പൊട്ടിക്കലിൽ പങ്കെടുക്കുന്നു, മയക്കുമരുന്ന് പാർട്ടിയിൽ പങ്കെടുക്കുന്നു, മയക്കുമരുന്ന് കേസിൽപ്പെടുന്നു, തോക്ക് കേസിൽപ്പെടുന്നു. അപ്പോൾ അറിയപ്പെടുന്ന ക്രിമിനലുകളെയാണ് ഈ ക്രൂരമായ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോൾ തോന്നിയതുപോലെ അവർക്ക് പരോൾ കൊടുക്കുക. പരോളുമായി പുറത്തുപോയി അവർ ചെയ്യുന്നത് മുഴുവൻ കൊട്ടേഷനാണ്. അവർക്ക് ജയിലിൽ നിന്ന് വരെ കൊട്ടേഷൻ നടത്താനുള്ള സംവിധാനങ്ങൾ, ഏറ്റവും ആധുനികമായ ഫോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഇത് ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ കുറേ വർഷങ്ങളായി CPM കൊട്ടേഷൻ സംഘങ്ങളെയും അധോലോക മാഫിയയെയും വളർത്തുകയാണ്. അതിൻ്റെ പുറകിൽ കേരളത്തിൽ മയക്കുമരുന്ന് മാഫിയ തഴച്ചു വളരുന്നതിൻ്റെ പുറകിൽ CPMൻ്റെയും DYFIയുടെയും പൊളിറ്റിക്കൽ പേട്രണേജ് ആണ് എന്ന് ഞങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണമാണ് ഇന്നിപ്പോൾ ശരിയായി വന്നിരിക്കുന്നത്. ഈ അധോലോക സംഘങ്ങൾക്ക് മുഴുവൻ കുടപിടിച്ചു കൊടുക്കുകയാണ് ഈ ഭരണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്നു കൊണ്ടാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് പോലീസ് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ഏരിയ സെക്രട്ടറിമാരാണ് SHOമാരെ നിയന്ത്രിക്കുന്നത്. ജില്ലാ സെക്രട്ടറിമാരാണ് SP-മാരെ നിയന്ത്രിക്കുന്നത്. മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ്. ഇപ്പോൾ കണ്ടല്ലോ, ക്വസ്റ്റ്യൻ അവറിൽ കണ്ടില്ലേ നിങ്ങൾ, ചോദ്യോത്തര വേളയിൽ ഒരു യൂത്ത് ലീഗ് നേതാവിൻ്റെ പേരിൽ വ്യാജ പോസ്റ്ററുണ്ടാക്കി കാഫിർ എന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ വിളിച്ചു എന്നൊരു വ്യാജ ആരോപണമുണ്ടാക്കി പ്രചരിപ്പിച്ചത് മുഴുവൻ CPM നേതാക്കൾ. ഒറ്റയാൾക്കെതിരായി കേസെടുത്തിട്ടില്ല. ഒറ്റയാൾക്കെതിരായി ഒരു മുൻ MLA തന്നെ
അവരുടെ ഫേസ്ബുക്കിൽ അവരിതിട്ടു കംപ്ലീറ്റ്. അവർ പ്രചരണം ഇപ്പോൾ അവർ പിൻവലിച്ചു. അവർ 40 ദിവസം തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്നു. അവിടുത്തെ സ്ഥാനാർത്ഥി പറഞ്ഞു UDF സ്ഥാനാർത്ഥിയാണ് ഇങ്ങനെ കാഫിർ എന്നുള്ള പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നതെന്ന്. ഇപ്പോൾ പുറത്ത് വന്നപ്പോൾ എന്തായി? വ്യാജ പോസ്റ്റർ CPM തന്നെ ഉണ്ടാക്കി. CPM ഹാൻഡിലുകളിൽ കൂടെ തന്നെ ഇതെല്ലാം പ്രചരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പം ഇവർ തമ്മിലടിക്കുക. CPM കാണുന്നത് എന്താ? UDFനെയും കോൺഗ്രസ് നേതാക്കളെയും അധിക്ഷേപിച്ചിരുന്ന CPM ഹാൻഡിലുകളുടെ പുറകിൽ സോഷ്യൽ മാധ്യമപ്രവർത്തകരെയും വനിതാ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെയുള്ള ആളുകളെ അധിക്ഷേപിച്ചിരുന്ന CPM ഹാൻഡിലുകൾ, സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇപ്പോൾ പരസ്പരം പോരടിക്കുന്ന കാഴ്ചയാണ്. അധികാരം ഇവരെ ദുഷിപ്പിച്ചിരിക്കുന്നു. അമിതമായ അധികാരം, ആ അധികാര പങ്കുവയ്ക്കലിന് വേണ്ടി നടക്കുന്ന തർക്കങ്ങളാണ്. CPM വലിയ ജീർണതയിലേക്ക്, ഡീജനറേഷനിലേക്ക് പോകുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. അതാണ് ഇതിൻ്റെ ഉദാഹരണം. ഈ മനു തോമസ് നടത്തിയ വെളിപ്പെടുത്തലിനെ കുറിച്ച് ഗൗരവതരമായ രീതിയിൽ ഒരു അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യം. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞുവെങ്കിലും ഇന്നും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം കനത്ത കാറ്റിലും മഴയിലും ദില്ലി വിമാനത്താവളത്തിലെ ടെർമിനൽ 1 മേൽക്കൂര തകർന്നുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. വടക്കൻ കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. മധ്യ ഗുജറാത്തിന് മുകളിൽ ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നു. അതോടൊപ്പം കേരള തീരത്ത് പടിഞ്ഞാറൻ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുകയാണ്. അതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണം. ഉയർന്ന തിരമാലകളും കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതായി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കേരള തീരത്തും തമിഴ്നാട് തീരത്തും 29 രാത്രി 11:30 മുതൽ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. അതേസമയം കനത്ത കാറ്റിലും മഴയിലും ദില്ലി വിമാനത്താവളത്തിലെ ടെർമിനൽ 1 മേൽക്കൂര തകർന്നുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. പരിക്കേറ്റ 6 പേരിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. അപകടത്തിൽ ഒരാൾ മരിച്ചെന്നും പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. അപകടത്തിൽ ടാക്സി ഡ്രൈവറാണ് മരിച്ചത്. സംഭവത്തെ തുടർന്ന് വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു വിമാനത്താവളം സന്ദർശിച്ചു. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കുമെന്നും മരിച്ചവരുടെ കുടുംബത്തിന് 20 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും ശക്തമായ മഴയെ തുടർന്നാണ് മേൽക്കൂര തകർന്നു വീണതെന്നും പ്രാഥമിക നിഗമനമെന്നും കൃത്യമായ അന്വേഷണം ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. ഇനി 2020 ലോകകപ്പ് വിശേഷങ്ങളിലേക്ക്. ഇംഗ്ലണ്ടിനെ തകർത്തെറിഞ്ഞ് 2020 ലോകകപ്പ് ഫൈനലിലെത്തി ടീം ഇന്ത്യ. ഇന്ത്യ ഉയർത്തിയ 172 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് 16.4 ഓവറിൽ 103 റൺസ് എടുത്ത് പുറത്തായി. ഇന്ത്യക്ക് 68 റൺസ് വിജയം. ജൂൺ 29 രാത്രി 8 മണിക്ക് നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഏറ്റുമുട്ടും. 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ 2020 ലോകകപ്പ് ഫൈനലിൽ എത്തുന്നത്. 2014 ഫൈനലിൽ ഇന്ത്യയെ 6 വിക്കറ്റുകൾക്ക് തോൽപ്പിച്ച് ശ്രീലങ്ക കിരീടം നേടിയിരുന്നു. 2007 ആദ്യ 2020 ലോകകപ്പിലെ ചാമ്പ്യന്മാരാണ് ഇന്ത്യ. It's all over. It's India who march into the finals. Gives himself room. Gone! Through him! Now Rohit Sharma gets in on the axe on that 6. സ്പിന്നർമാരായ അക്ഷർ പട്ടേലും കുൽദീപ് യാദവും ചേർന്നാണ് ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയെ തകർത്തുവിട്ടത്. ഇരുവരും 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. അക്ഷർ പട്ടേലാണ് കളിയിലെ താരം. മറുപടി ബാറ്റിംഗിന്റെ ഒരു ഘട്ടത്തിലും ഇംഗ്ലണ്ടിന് തിരിച്ചുവരവിന് സാധ്യതകളില്ലാത്ത വിധം സ്പിന്നർമാർ വരിഞ്ഞു മുറുക്കുകയായിരുന്നു. ഇതോടെ ഇംഗ്ലണ്ട് ചെറിയ സ്കോറിലേക്ക് വീണു. 19 പന്തിൽ 25 റൺസ് എടുത്ത ഹാരി ബ്രൂക്കാണ് ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോറർ. ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ, ജോഫ്രെ ആർച്ചർ, ലിയാം ലിവിങ്സ്റ്റൺ എന്നിവരും ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയിൽ 2 അക്കം കടന്നു. ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലറിനെ അക്ഷർ പട്ടേലിന്റെ പന്തിൽ
വിക്കറ്റ് കീപ്പർ പന്ത് ക്യാച്ചെടുത്ത് പുറത്താക്കുകയായിരുന്നു. സ്കോർ 34-ൽ നിൽക്കെ ജസ്പ്രീത് ബുംറയുടെ പന്ത് നേരിട്ട ഫിൽ സോൾട്ട് ബൗൾഡായി. തൊട്ടു പിന്നാലെ ജോണി ബെയർസ്റ്റോ റണ്ണൊന്നും എടുക്കാതെ മടങ്ങി. അക്ഷർ പട്ടേലിന്റെ പന്തിൽ താരം ബൗൾഡാവുകയായിരുന്നു. 8-ാം ഓവറിൽ അക്ഷർ പട്ടേലിനെ ക്രീസ് വിട്ടിറങ്ങിയടിക്കാൻ ശ്രമിച്ച മൊയിൻ അലിയെ ഋഷഭ് പന്ത് സ്റ്റംപ് ചെയ്തു. സാം കറൻ, ഹാരി ബ്രൂക്ക്, ക്രിസ് ജോർദാൻ എന്നീ താരങ്ങൾ സ്പിന്നർ കുൽദീപ് യാദവിന്റെ പന്തിലാണ് കറങ്ങി വീണത്. ലിയാം ലിവിങ്സ്റ്റൺ റണ്ണൌട്ടായി. ജോഫ്ര ആർച്ചറിന്റെ ചെറുത്തുനിൽപ്പാണ് ഇംഗ്ലണ്ട് സ്കോർ 100 കടത്തിയത്. 16 ഓവറിലാണ് ഇംഗ്ലണ്ട് 100 തൊട്ടത്. ഇന്ത്യക്കായി ജസ്പ്രീത് ബുംറ 2 വിക്കറ്റുകൾ സ്വന്തമാക്കി. ഇതോടെ 2022 ലോകകപ്പിൽ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് 10 വിക്കറ്റ് തോൽവി ഏറ്റുവാങ്ങി പുറത്തായതിന്റെ പകവീട്ടൽ കൂടിയായി ഇത്തവണത്തെ ഇംഗ്ലണ്ടിനെ സെമിയിൽ കീഴടക്കി ഫൈനലിലെത്തിയ ഇന്ത്യയുടെ ജയം. 29-ന് രാത്രി 8 മണിക്ക് നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഏറ്റുമുട്ടും. 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ 2020 ലോകകപ്പ് ഫൈനലിൽ എത്തുന്നത്. Shimmy and 2 straight and there'll be another boundary. Belted through the offside. Turn it round the other way and back. Left-handed. Was that glove given? He's got another one. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.